ഇന്ന് ഐഷു സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ ഒരു ഡേ ആണ്. ഒരു പ്രവാസിയുടെ വീട്ടിൽ സാധാരണ നടക്കുന്ന അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെയും അവരുടെ വീട്ടുകാരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം. ആരുമില്ല കാടി അമ്പിക്കുട്ടി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇന്ന് ഐഷു സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ ഒരു ഡേ ആണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ കാണിച്ചു തരാം. എന്താന്ന് വെച്ചാല് നമ്മുടെ ഉപ്പ, മൈ ഫാദർ ഇൻ ലോ, ഐഷു ഫാദർ, അമ്പിക്കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ, നമ്മുടെ ടോട്ടലി നമ്മുടെ ബാപ്പച്ചി ഇന്ന് ഗൾഫിലേക്ക് പോയിരിക്കുകയാണ്. 3 മാസം നമ്മോടൊപ്പം ചിലവഴിച്ച് 4 മാസമോ 4 മാസമൊക്കെ എത്ര പെട്ടെന്ന് പോയല്ലേ, പെട്ടെന്ന് ദിവസം പോകണ്ടല്ലേ ഗൈസ്? എന്താ നിങ്ങളെ അഭിപ്രായം? അതെ, അങ്ങനെ 4 മാസം പോയി. അങ്ങനെ ഐഷു ഈ ഉപ്പച്ചി നമ്മളെ യാത്രയാക്കി. അപ്പൊ ഇന്ന് ഐഷു ഭയങ്കര സങ്കടത്തിലാണ്. ഐഷു കരഞ്ഞു ഗൈസ്, ഐഷു കരഞ്ഞു. ഒന്ന് ഉഷാറാവാ ഐഷോ. ഐഷു വളരെ സെഡാണ്. കാരണം എന്താന്ന് വെച്ചാല് ബാപ്പച്ചി പോയ സങ്കടത്തിലാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ഈ വീഡിയോ എന്തിനാ എടുക്കുന്നതെന്ന് വെച്ചാല് വെറുതെ ഇപ്പൊ ഐഷുവിന്റെ സങ്കടം കുറെ പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ പോയി കുറച്ച് കഴിഞ്ഞാൽ ഐഷുവിനോട് ചോദിച്ചു നമ്മള് ഫിലിമിന് പോവല്ലേ ചേച്ചി? ഏത് ഫിലിം? ബ്ലാസ്റ്റ്. കുറെ ആയി പടം ഓടലൊടങ്ങിയിട്ട്. അപ്പോ നമ്മൾ കുറെ മുമ്പ് കാണാന്ന് വിചാരിച്ചേനി, പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ല. അതെ, അപ്പോ ഇന്ന് എന്ത് ചെയ്ത് ഇന്ന് അതിന് പോവാന്ന് പറഞ്ഞിട്ട് അതിന് മാറ്റി പിടിച്ച്. അതായത് അങ്ങനെ ഐഷു മെയിൻ്റൊക്കെ മാറി ഇപ്പൊ ഏകദേശം സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലെ? ഇപ്പച്ചിന്റെ അവിടെ എത്തി ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടുള്ള ഒരു കോൾ കൂടി വന്നാൽ ഓക്കെ 100% ഓക്കെ തന്നിട്ടില്ല. ഓക്കെ, അവിടെ എത്തിയൊന്നും ആവശ്യം ആവേണ്ടി വരും. അപ്പോ ഗൈസ്, ഇന്ന് ഇങ്ങനെയൊക്കെയാണ്. ടോട്ടലി ഞങ്ങൾ ചെറിയൊരു സെഡായിരുന്നു. ഇപ്പൊ നോർമലി അത് റെഡി ആയിട്ട് വരുന്നു അല്ലേ? സ്വാഭാവികം, ഒരു പ്രവാസിയുടെ വീട്ടിൽ സാധാരണ നടക്കുന്ന അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെയും അവരുടെ വീട്ടുകാരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം, അത്രമാത്രം അല്ലേ? എന്ത് പറയുന്നു അമ്പിക്കുട്ടി? അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഗൈസ്, അപ്പോ അങ്ങനെ ഞങ്ങൾ ബ്ലാസ്റ്റ് കാണാൻ പോയി. ബ്ലാസ്റ്റ് കണ്ടിട്ട് എന്താണ് സംഭവിച്ചത്? വളരെ നമ്മൾ കുറച്ച് വൈകി പോയി. രോമാഞ്ചം വന്നുണ്ടോ? ഹാഫ് ടൈമിന് ശേഷം രോമൻ പറഞ്ഞു പോരും. രോമാഞ്ചം കൊണ്ട് ഐഷു ബ്ലാസ്റ്റ് കണ്ടാണ്ടേ പോരാ, എത്താ പതി. അപ്പൊ ഞാനും പറഞ്ഞു BGM അല്ലേ ഉള്ളൂ, ഞാൻ ഈ പടത്തിനും ഇത്രയും ഹൈപ്പില് BGM-ഓ ഇതിനെത്ര BGM? ഇപ്പൊ ഇന്റർവെല്ലായി, ഇപ്പൊ നൈസായി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് വൈകിയിലായി. ഇനിയിപ്പോ കുറച്ചും കൂടി കഴിഞ്ഞ് OTT വരണോ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് നൈസായി അല്ലേ? ഇന്റർവെല്ലാ നിർത്തം. ഇവിടെ നിന്ന് അങ്ങോട്ട് മെയിൻ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ആണ്, ഇവിടുത്തെ അങ്ങോട്ടാണ് മെയിൻ സ്റ്റോറി. ഇപ്പൊ അതിൽ കൊണ്ടുപോയി വെച്ചു. അതെ, സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളോ വരണ്ടില്ലേ? ഏതായാലും ഇപ്പൊ ഇന്റർവ്യൂലേക്ക് കൊണ്ടുപോയി വെച്ചത് നൈസായിട്ടുണ്ട്. ബാക്കി കാണാം. ബ്ലാസ്റ്റ് കണ്ടപ്പോ കുറച്ചൊക്കെ ഇന്റർവെൽ ആവണേന് കുറച്ച് മുന്നേ പറഞ്ഞു എന്താ ഇക്കായത് പറഞ്ഞു. അങ്ങനെ ഇന്റർവെല്ലില് ഒരു പഞ്ചിലാണ്ട് കൊണ്ടുപോയി വെച്ച് അതിന് ശേഷം പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ നല്ല അടിപൊളി പടം. നമ്മൾ മുമ്പ് റിവ്യൂസും കാര്യങ്ങളും എല്ലാരും കണ്ടിട്ട് പറഞ്ഞ പോലെ ആ ഫൈറ്റ് കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങളിങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത OTT-യിലൊക്കെ വരികയായിരിക്കും. ഏകദേശം തിയേറ്ററിനൊക്കെ അത് പോയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് പോണ്ടേ വിചാരിച്ച് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കേനി. ഏതായാലും ഇത് പോസ്റ്റ് അല്ലേ, ഇതൊന്ന് പോയി കാണാം. 2 കൽപ്പിച്ച് നമ്മൾ പോയി കണ്ടല്ലേ. ടോട്ടലി ഞങ്ങൾക്ക് ഇഷ്ടമായി. എല്ലാരും പറഞ്ഞ പോലെ തന്നെ മാസ് ആൻഡ് നമ്പർ 1 ഫൈറ്റിംഗ്, നമ്പർ 1 BGM, സംഭവം സെറ്റ് പടം എല്ലാവർക്കും. ചെറിയ അതെ കുഞ്ഞി സീനാണെങ്കിൽ അതിന് വരെ BGM ഉണ്ട്. ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ട് കേട്ടോ. നോർമലി ഡയറക്ടർമാരൊക്കെ എന്താ ചെയ്യാ, സാധാരണ ഒരു വലിയ റോളൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ നോർമലി ഒരു ഇതായിട്ട്
ജസ്റ്റ് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ചങ്ങായിയല്ലേ. അപ്പൊ പോസ്റ്ററിന് വേണ്ടിയിട്ട് ലൈസൻസ് അനുമതി വയ്ക്കാൻ വന്ന അതിനും BGM അതിന് വരെ ഏതാണ് നമ്മൾ KGF-ന്റെ മ്യൂസിക് ഡയറക്ടർ ആണല്ലോ ഇതിനും. ഏതായാലും ടോട്ടലി അടിപൊളി. നമ്മളിപ്പോ ഫിലിമൊക്കെ ഇറങ്ങി തിയേറ്ററിൽ നിന്നൊക്കെ ഔട്ടായി തുടങ്ങി, OTT വരാനായി. ഇപ്പൊ ഇനി ഫിലിമിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഐശോ ഇന്നത്തെ ഡേ എങ്ങനെയായിരുന്നു ഗൈസ്? അങ്ങനെ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വീണ്ടും ഐശും ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആയി. അല്ല അമരിക്കുട്ടി എന്ത് പറയുന്നു? അമരിക്കുട്ടി അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഒരു ഉഷാറില്ല കണ്ടില്ലേ? ഓക്കെ, ശരിയാവും. നാളെ ഐശു തിരിച്ചു വരും, തിരുമ്പി വരും. അതെ, ഒരു ഫാമിലി, ഒരു പ്രവാസിയുടെ വീട്ടിൽ നടക്കുന്ന സംഭവം അല്ലേ. ഓക്കെ, അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും ഈ വീഡിയോ കാണുന്ന ആരൊക്കെയുണ്ട്, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പൊ ഏതായാലും ഐശു നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബൈ ബൈ. അമരിക്കുട്ടി ബൈ. ബൈ.